4 ദിവസം പോസ്റ്റ്മോർട്ടം മുറിയിൽ വയനാടിന്റെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളിൽ തളരാതെ യൂനൂസ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ഉരുൾപൊട്ടൽ സർവനാശം വിതച്ചപ്പോൾ ദുരന്തഭൂമിയിൽ ഒട്ടനവധി രക്ഷാപ്രവർത്തകർ രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുരന്തബാധിത പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ അഭിനന്ദനം അർഹിക്കുന്നവരാണ് ആശുപത്രികളിൽ എത്തിക്കുന്ന മൃതദേഹങ്ങളുടെ തുടർ നടപടികൾ സ്വീകരിക്കുന്നവരും. ട്രോമാ കെയർ ജില്ലാ നിർവാഹക സമിതി അംഗമാണ് യൂനൂസ്. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന 30-ാം തീയതി നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ കയറിയ യൂനൂസ് തുടർച്ചയായി 4 ദിവസം അവിടെ പ്രവർത്തിച്ചു. ചെളിയും മണ്ണും പുരണ്ടെത്തുന്ന മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കഴുകി വൃത്തിയാക്കും. തുടർന്ന് ഈ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കടലാസിൽ നമ്പർ എഴുതി ഒട്ടിച്ച് പേവാർഡിൽ അതേ നമ്പറിലുള്ള ഫ്രീസറിൽ വെക്കുകയാണ് യൂനൂസിന് ആശുപത്രിയിൽ ലഭിച്ച ചുമതല. 180-ാമത്തെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുവരെയും യൂനൂസ് തുടർച്ചയായി 4 ദിവസം ആ മോർച്ചറിയിൽ തളരാത്ത മനസ്സുമായി അധികൃതർക്കൊപ്പം പ്രവർത്തിച്ചു. ഉരുൾപൊട്ടൽ ഉണ്ടായതറിഞ്ഞ് 30-ാം തീയതി വയനാട്ടിലേക്ക് പോകാൻ നിലമ്പൂരിലെത്തിയതാണ് യൂനൂസ്. സഹപ്രവർത്തകരെ കാത്തു നിൽക്കുമ്പോഴാണ് മുണ്ടേരിയിൽ മൃതദേഹങ്ങൾ കിട്ടിയ വിവരം അറിയുന്നത്. തുടർന്ന് 30-ാം തീയതി രാവിലെ 7:30-ക്ക് 8 വയസ്സുള്ള ആൺകുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് തുടരെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ആശുപത്രിയിൽ എത്തി തുടങ്ങി. തുടർന്ന് രാവിലെ 8 മണിയോടെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു പിന്നീട് അവരുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നതെല്ലാം. യൂനൂസ് ഉൾപ്പെടെയുള്ള നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് ആശുപത്രി മോർച്ചറിയിൽ മൃതശരീരങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും നടപടികൾ പൂർത്തിയാക്കാൻ അധികൃതർക്കൊപ്പം തളരാത്ത മനസ്സുമായി നിന്നത്. 4 ദിവസത്തെ തുടർച്ചയായ മോർച്ചറി പ്രവർത്തനങ്ങളിൽ 179-ാം നമ്പർ മൃതദേഹം കണ്ടപ്പോൾ തന്റെ കണ്ണുകൾ നിറഞ്ഞത് യൂനൂസ് ഓർത്തു പറയുന്നു. ഓമനത്തം വിട്ടുമാറാത്ത ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത്. ചെളിയിലും മണ്ണിലും പൊതിഞ്ഞു വന്ന ആ മൃതദേഹം കണ്ടപ്പോൾ തന്റെ മക്കളുടെ മുഖം ഓർത്തുപോയെന്നും യൂനൂസ് പറയുന്നു. തുടർച്ചയായി 4 ദിവസത്തെ സേവനത്തിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തി വിശ്രമിക്കുന്നതിനിടെ വീണ്ടും ആശുപത്രിയിൽ നിന്ന് വിളിയെത്തി. കരളലിയിക്കുന്ന നൊമ്പരക്കാഴ്ചകൾ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും യൂനൂസ് ഒരു മടിയും കൂടാതെ വീണ്ടും ആശുപത്രിയിലേക്ക് പോകാനിറങ്ങി. യൂനൂസിനെ പോലെ ഒട്ടനവധി സന്നദ്ധ പ്രവർത്തകർ രാവും പകലുമില്ലാതെ ആ ദുരന്തഭൂമിയിലും ആശുപത്രികളിലും സേവനം നടത്തുന്നുണ്ട്. തന്റെ മുന്നിലെ ദുരന്ത കാഴ്ചകൾ എത്ര തന്നെ വേദന സമ്മാനിച്ചാലും അവർ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് മാറാറില്ല. രക്ഷാപ്രവർത്തനം തടസ്സമില്ലാതെയും അതിവേഗത്തിലും മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ഇവരും ഈ ദുരന്തഭൂമിയിലെ യഥാർത്ഥ ഹീറോകൾ തന്നെയാണ്.